lodiamo e t'adoriamo, Wow. sia lodato, ringraziato ogni momento. നമ്മുടെ ഏറ്റവും സ്നേഹിക്കുന്നതും സ്നേഹിക്കപ്പെടേണ്ടതുമായ കുഞ്ഞാടാണ് ഇവിടെ ഇരിക്കുന്നത്. എന്താ മനോഹാരിത, എന്താ കണ്ണിന് ആനന്ദം തരുന്ന കാഴ്ച കണ്ടില്ലേ? ഒരു കുരിശും എല്ലാം ഉണ്ടല്ലോ പാവം. അത്യധികമായി നിങ്ങളെല്ലാവരും ഇത് കാണുമ്പോൾ സ്നേഹിക്കണം കേട്ടോ ഈശോയെ. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറയുക, ഈശോയെ അങ്ങ് എനിക്ക് വേണ്ടിയിട്ടാണ് ബലിയാടായത്. ബലിയാടെന്നല്ല നമ്മൾ പറയുക. പണ്ട് മോശയുടെ കാലത്ത് ഉണ്ടായ ഒരു സംഭവത്തിൻ്റെ തനിയാവർത്തനമായിരുന്നു കുരിശിൽ നടന്നത്. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാൻ പോയി. അപ്പോൾ പിതാവായ ദൈവം തന്നെ പറഞ്ഞു, നീ അവനെ കൊല്ലരുത്, വാൾ അവൻ്റെ മേളിൽ വെക്കരുത്. അതാ നിനക്ക് ഞാൻ വേറൊരു ബലിയാടിനെ തരുന്നു. അവിടെ ഒരു മുട്ടനാടിനെ കണ്ടു. ഞാൻ ആവശ്യപ്പെട്ടതുപോലെ നിൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം നീ എന്നെ സ്നേഹിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അവനെ കൊല്ലരുത്. നിന്നോട് വാഗ്ദാനം ചെയ്യപ്പെട്ടതുപോലെ തന്നെ നിനക്ക് ഇവനിൽ നിന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽ തീരത്തെ മണൽത്തരികളെ പോലെയും മക്കളെ നൽകും. അപ്പോൾ പിതാവായ ദൈവം അത് തന്നെയാണ് ചെയ്തത്. തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് നൽകുവാൻ തക്കവണ്ണം ജോൺ 3:16 ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. ലോകത്തെ എന്ന് പറയുമ്പം ഞാൻ എന്നും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ലോകത്തെ എന്ന് പറയുന്ന ഈ കാണുന്ന കാടും പടപ്പും പൂവും നക്ഷത്രവും മറ്റേതും മറിച്ചതും കടലും അതിലൂടെ നടക്കുന്ന പാമ്പും ഇതൊന്നുമല്ല. ഞാൻ എൻ്റെ മകളോട് ചെറുപ്പത്തിൽ പറയാറുള്ളൊരു കാര്യമായിരുന്നു, യു ആർ മൈ വേൾഡ്, നീയാണ് എൻ്റെ ലോകം എന്ന് ഞാൻ പറയാറുണ്ടായിരുന്നു. അതതിൻ്റെ ശരിയും കൂടിയായിരുന്നു. ആ ലോകം നീയാണെന്ന് ഞാൻ പറയുമ്പോൾ ഐ ജസ്റ്റ് മെൻറ്റ് ഇറ്റ്. പുറത്തു പോയ ആളിപ്പം വരുന്നുണ്ട്, നമ്മളെ കഥ ഇവിടെ തീരും. അപ്പോൾ അപ്പോൾ അന്നേരം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു, തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം, ബലിയാടാക്കുവാൻ തക്കവണ്ണം, നിനക്കും എനിക്കും വേണ്ടി പാപപരിഹാരത്തിനെ മുറിക്കാൻ തക്കവണ്ണം പിതാവായ ദൈവം നിന്നെ അത്രമാത്രം സ്നേഹിച്ചു. ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ ആ ലോകം നീ എന്ന് പറയുന്ന ഒറ്റ ഒരാളാണ്. അതെന്താ ജോസ്ഫിനെ ഇങ്ങനെ പൊട്ടത്തരം പറയുന്നത്? അത് ഞാൻ പറയാം. മകനെ, നീ എന്ന ഒരൊറ്റ ഒരു വ്യക്തിയെ ഈ ഭൂമുഖത്ത് എല്ലാ ലോകത്തിലും കൂടെ, അമേരിക്ക, ഇംഗ്ലണ്ട്, ഈ ഭൂഖണ്ഡം മുഴുവനും ഒരാളെ ഉണ്ടായിരുന്നുള്ളതിലും നിൻ്റെ ആത്മാവ് പാപം ചെയ്ത് നരകത്തിന് അർഹയായി പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ ഈശോയെ പിതാവായ ദൈവം വിട്ടേനും. നിനക്ക് വേണ്ടി മാത്രം, മരിക്കാൻ വേണ്ടി മാത്രം വിട്ടേനും, നിന്നെ സേവ് ചെയ്യാൻ, നരകത്തിന് അർഹയായി പോകാതെ ഇരിക്കുവാൻ തക്കവണ്ണം ദൈവം ഈശോയെ ഈ 1000-10,000 കോടിക്കണക്കിന് ആൾക്കാർക്ക് വേണ്ടി വിട്ടതുപോലെ തന്നെ ഈ ഭൂമിയിലേക്ക് വിട്ടേനെ. പക്ഷേ ദൈവം പറയുന്നുണ്ട്, ഈശോ പറയുന്നുണ്ട്, ആരും എന്നെ വിട്ടതല്ല, ഞാൻ സ്വയമായിട്ട് വന്നതാണെന്ന്. ആ വന്നത് നിന്നെ പ്രതിയുള്ള സ്നേഹത്താലാണ്. സ്വയമായിട്ട് ആരെങ്കിലും തന്നെ കീറി മുറിപ്പിക്കാനായിട്ട് ആ ദുഃഖ വെള്ളിയാഴ്ചത്തെ അനുഭവം ഒന്ന് ആലോചിച്ച് നോക്ക്.
വരാൻ പോകുന്നത് മുന്നിൽ കണ്ടുകൊണ്ടാണ് കർത്താവെന്ന് പറയുന്ന ദൈവമായ മനുഷ്യൻ തന്നെയും രക്തം രോമകൂപങ്ങളിൽ കൂടെ വിയർത്തൊഴുകിയത്. വല്ല ഓർമ്മയും വല്ലതും മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? മകളെ, മകനെ, ഈ ദൈവത്താൽ അത്രമാത്രം സ്നേഹിക്കപ്പെട്ട ഒരാത്മാവാണ് നിനക്കുള്ളത്. അത് നഷ്ടമാക്കി കളയാൻ നീ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാൻ പോകരുത്. ദൈവത്തിൻ്റെ സ്നേഹത്തെ മുറിവേൽപ്പിക്കുന്ന ഒരു കാര്യങ്ങളും ചെയ്യാൻ പോകരുത്. എനിക്കിത്രേ നിങ്ങളോട് പറയാനുള്ളൂ. നമ്മൾ ഞാൻ ഇന്നും ഇച്ചിരി തിരക്കായിരുന്നു. നമ്മളെ എന്താ പറയുക, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ടോക്ക് ഇനിയിപ്പം നാളെ ഞായറാഴ്ചയാണ്. ഇന്ന് പറ്റുമെങ്കിൽ ഇന്ന് രാത്രി ചെയ്യും, ഇല്ലയെന്നുണ്ടെങ്കിൽ നാളെ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കെല്ലാവർക്കും ഒരു ഗുഡ് വീക്കെൻഡ്, സന്തോഷവും സമാധാനം നിറഞ്ഞ ഒരു ഞായറാഴ്ച നേരുന്നു. ദൈവം നിങ്ങളെ അവരെ അനുഗ്രഹിക്കട്ടെ.